കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണത്തിൽ MK റാമിനെ ഉടൻ പുറത്താക്കും. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് നടപടിയിലേക്ക് കടക്കുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ നിതിൻ രാജന്റെ മരണത്തിൽ MK റാമിനെ പുറത്താക്കുമെന്നൊരു വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഈ അധ്യാപകനെ സംരക്ഷിക്കാൻ ഈ മാനേജ്മെൻറ്റ് വലിയ രീതിയിൽ ധൃതി കാണിച്ചിരുന്നു. പക്ഷേ നിരന്തരമായി ഇത്തരം പരാതികൾ വരികയും പല വെളിപ്പെടുത്തലുകളും ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് അവസാന ഘട്ടത്തിൽ കോളേജ് മാനേജ്മെൻറ്റ് ഈ MK റാമിനെ പൂർണ്ണമായി തന്നെ കൈവിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്താക്കുമെന്ന രീതിയിലുള്ള ചില വിവരങ്ങളാണ് കോളേജ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. കാരണം അത്രത്തോളം പരാതികളുണ്ട്. ഇദ്ദേഹം ഒരു അധ്യാപകൻ എങ്ങനെ ആകരുത് എന്നതിനുള്ളൊരു തെളിവ് കൂടിയാണ് ഈ MK റാം. നിറത്തിൻ്റെ പേരും ജാതിയുടെ പേരിലുമെല്ലാം നിരന്തരം ആക്ഷേപിക്കുക, അതോടൊപ്പം തന്നെ ഈ ചെരുപ്പ് ഉപയോഗിച്ച് ആക്രമിക്കുന്ന മറ്റു കുട്ടികളെ കൊണ്ട്, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് ആൺകുട്ടിയെ തല്ലിക്കുന്ന രീതിയെല്ലാം ഇദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കറുത്തവരെ വിമർശിക്കുക, അതോടൊപ്പം തന്നെ വെളുത്തവരെ വെളുത്ത കൂറ എന്ന് വിളിക്കുക, അതോടൊപ്പം തന്നെ ഈ കറുത്തവരെ കറുത്ത പശു എന്ന് വിളിക്കുക. അങ്ങനെ വിവിധ പദപ്രയോഗങ്ങളിലൂടെയെല്ലാം വിദ്യാർത്ഥികളെ നിരന്തരം ഒരു ആക്രമിക്കുന്ന രീതിയിൽ, വാക്കുകൊണ്ട് തന്നെ ആക്രമിക്കുന്ന രീതിയിൽ നിന്നിരുന്ന ഒരു അധ്യാപകനാണ് ഈ പ്രതിയായി മാറിയിരിക്കുന്ന MK റാം. ആ പ്രതിക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ നടപടിയുമായി മാനേജ്മെൻറ്റ് കടക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയായിരുന്നു ഇപ്പോൾ ഇന്നെല്ലാം കോളേജിൽ ഉണ്ടായിരുന്നത്. KSU, MSF, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തര സമരത്തിലായിരുന്നു. ആ സമരത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു കർശനമായ നടപടിയിലേക്ക് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. രക്ഷിതാക്കൾ ആരോപിക്കുന്നത് ഈ അധ്യാപകനെ രക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് എന്ന് പറയുന്നു. കാരണം ഈ അധ്യാപകനെതിരെ കേസെടുത്തെങ്കിലും ഇത്രയും സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിനെതിരെ നിരന്തരം തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾ തെളിവുകൾ നൽകിയിട്ട് പോലും എന്തുകൊണ്ട് ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്തില്ലെന്ന് രക്ഷിതാക്കൾ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾ ചോദിക്കുന്നു. കുട്ടികളും മാനേജ്മെൻറ്റുമായി ഇന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഈ അധ്യാപകൻ അനുകൂലമായിരുന്നു ഈ മാനേജ്മെൻറ്റ് ആദ്യം സംസാരിച്ചത്. കാരണം ഈ അധ്യാപകൻ കറുത്ത വ്യക്തിയാണ്. കറുത്ത വ്യക്തി എങ്ങനെ കറുത്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുമെന്ന് ഈ ചർച്ചയ്ക്ക് വന്ന ഒരു കോളേജിൻ്റെ പ്രതിനിധി ചോദിക്കുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേരളം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രതിഷേധിച്ച പശ്ചാത്തലത്തിലും വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ഐക്യപ്പെട്ട് നിന്ന രീതി എല്ലാം മാനേജ്മെൻറ്റ് കണ്ട പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഈ അധ്യാപകനെതിരെ നടപടിയെടുക്കുമെന്ന രീതിയിലേക്ക് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും നിതിൻ രാജന്റെ മരണത്തിൽ ഇപ്പോൾ MK റാമിനെ ഉടൻ പുറത്താകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് നടപടിയിലേക്ക് കടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്താണ്.